ദൈവമായ കർത്താവേ, കുറച്ച് വർഷങ്ങളായി തുടങ്ങിപ്പെടുന്ന പ്രാർത്ഥനായോഗത്തിൻ്റെ അഖിലങ്ങളുടെ സമ്മേളനം ഇന്ന് കൂടുവാനും ഈ കൃപചേതനെ അവരെ സ്തുതിക്കുന്നു. രാവിലത്തെ ക്ലാസ്സുകളിൽ ഞങ്ങൾ പങ്കുചേരുവാൻ ഇടയായി കേൾപ്പിച്ച നല്ല ചിന്തകളെയും ആലോചനകളെയും ഞങ്ങൾ ഓർക്കുന്നു. ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം കൊണ്ട് തന്നെ സ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്ന ആലോചനകളെയും ചിന്തകളെയും ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ, ഞങ്ങളുടെ പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ അത് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകളാണല്ലോ ഇനി ഞങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ ഭൗതികമായ വളർച്ചയുടെ മധ്യേ കുടുംബ തളർച്ചയുടെ ഒട്ടേറെ കഥകൾ, സംഭവങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അവയൊക്കെ തടയുവാനൊക്കെയാണ് ആത്മീയരായി ദൈവികരായി ജീവിക്കുവാനും ആദയങ്ങൾ തലമുറയെ പരിശീലിപ്പിക്കുവാനും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള കൂട്ടായ്മയുള്ള ക്ലാസ്സുകൾ പ്രയോജനപ്പെടണം. എല്ലാ നല്ല ആലോചനകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. നിനക്കൊന്ന് പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറുവാനായിട്ട് തന്നെ. പ്രിയമുള്ള ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്യരായ സഹോദര വൈദികരെ, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ഞാൻ മനസ്സിലാക്കുന്നു ഈ പ്രാർത്ഥനായോഗത്തിൻ്റെ അഖിലവരങ്ങളുടെ സമ്മേളനം കുറച്ച് നാളായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നത്. അമ്പാടി നേരെ വെച്ച് അത് പുനർജീവിക്കുവാനും എത്ര നല്ലൊരു സമ്മേളനം നടത്തുവാൻ ഇടയായത് എൻ്റെ സംഘാടകരെ ഞാൻ അനുമോദിക്കുകയാണ്. പ്രധാനപ്പെട്ട ആൻഡ്രൂ സിറ്റൻ എന്നെ പരിചയപ്പെടുത്തി. കുറച്ച് പേർക്കൊക്കെ പരിചയം കാണും, കുറേ പേർക്ക് പരിചയം കാണുകയില്ല. നല്ല വാക്കുകൾ അച്ഛൻ പരിചയപ്പെടുത്തിയതിനുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ. ആമുഖ വാക്കുകൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സംഘാടകരെ ഉച്ച കഴിഞ്ഞിട്ട് എന്നെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. കുടുംബ വിഷയങ്ങളൊക്കെ ആകുമ്പോഴേ ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ മനുഷ്യൻ ഉറങ്ങാതിരുന്ന് കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഉച്ച കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ക്ലാസ് ക്രമീകരിച്ചതെന്ന് സംഘാടകരുണ്ടാവുക. അവരുടെ നല്ല താല്പര്യത്തെയും ഉദ്ദേശത്തെയും ഞാൻ മാനിക്കുകയാണ്. പക്ഷെ എനിക്ക് നിങ്ങൾ ഉറങ്ങാതിരിക്കണമെന്ന് തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾ നന്നായിട്ട് നോക്കണം. രാവിലെ യാത്ര ചെയ്ത് ചൂടും പിടിച്ച് രാവിലെ മുതലേ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ നമ്മൾ കേട്ട് കഴിയുമ്പോഴേ കഴിപ്പിച്ചു പോകുന്ന പോലെ അനുഭവം ഉണ്ടാകും. അങ്ങനെ രാവിലെ കുറച്ച് പേരെ കേട്ടു, കഷ്ടിച്ച് എളുപ്പത്തിലൊന്ന് ആഹാരം കഴിച്ചു, പിന്നെയും വന്നിരിക്കുക. അപ്പോൾ വന്നിരിക്കുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യർ ഒന്ന് വിശ്രമിക്കാനായിട്ട് ആഗ്രഹിക്കും, മയങ്ങാൻ ആഗ്രഹിക്കും. ഞാനും ഇന്ന് അതിരാവിലെ വീട്ടിന്നിറങ്ങി കൗൺസിലിങ്ങിൽ കുറച്ച് പേരെയൊക്കെ കണ്ടുകൊള്ളുന്നു. കാർ ഓടിച്ച് ഇവിടെ വന്ന റോഡ് കഴിയുമ്പോൾ പറഞ്ഞാൽ എത്ര സമയം കിടക്കാവും. ഞാൻ പറഞ്ഞു കിടന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും, അതുകൊണ്ട് കിടക്കുന്നില്ല. പിന്നെ അവിടെ ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ച സമയത്ത് കിടക്കാൻ കഴിയാത്തത് വേണ്ടാവും. അവിടെ നിങ്ങളുടെ മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ രൂപിക്കാൻ കഴിയും. അവിടെ നിങ്ങൾ ആരും മസിൽ പിടിക്കുകയൊന്നും വേണ്ട, ശാന്തമായിട്ട് അവിടെ ഇരിക്കുക, ഉറക്കം പറ്റുന്ന ഉറങ്ങണം കേട്ടോ. അതിനകത്ത് യാതൊരു മനപ്രയാസവും നിങ്ങളുടെ പെട്ടെന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് പോകാമെങ്കിൽ അത് തന്നെ ഒരു നല്ല കാര്യം. കാര്യം ഇപ്പോൾ ഉറക്കമാണ് മനുഷ്യനെ കിട്ടാത്തത്. ബാക്കി എല്ലായ്പ്പോൾ ഉണ്ട്. നല്ല വലിയ സ്പോഞ്ച് മെത്തയൊക്കെ പോകണം. പക്ഷെ അതേ കിടന്നാലും മനുഷ്യൻ ഉറക്കം വരും. പണ്ടിൽ തലപ്പായ കിടന്നാലും അവിടെ പോയി കിടന്ന് നമ്മുടെ ഉറക്കം വരിക. പക്ഷെ ഇങ്ങനെ ഇരിക്കാമെങ്കിൽ ഉറങ്ങത്തില്ല, ഉഷ്ണം കൂടുന്നവരല്ലേ. അത് നല്ലതായിരിക്കും. അല്ല, പുറകെ വരെ കേൾക്കണമെങ്കിൽ നമുക്ക് ഇതോടെ വേണം. എല്ലാം ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട്, അതായത് ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് ഏറ്റവും ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ഉറക്കമാണ്.
വിശ്രമത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് ഒരു തെറ്റില്ല. പിന്നെ കൂട്ടം വലിക്കാതിരിക്കാൻ നോക്കുക. ചിലപ്പോൾ ഈ ഉറങ്ങത്തിനിടയ്ക്ക് കൂട്ടം വലിച്ചു അത് അത്രയും നമ്മൾ അടുത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടാണ് നമ്മൾ ഊർക്കം വലിക്കുന്നത് അല്ലേ? ഭയങ്കരമായിട്ട് മുദ്രയിട്ട് ഊർക്കം വലിക്കുന്നത് എപ്പോഴേ ഭർത്താക്കന്മാരെ ഭാര്യമാർ എന്തോ ഊർക്കം വലിയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഊർക്കം വലിക്കുന്നത് അറിയുന്നില്ല അത് വലിക്കുന്നുണ്ടോ ഇരിക്കുന്നത് കൂടെ കിടക്കുന്നവരില്ല. എല്ലാ ദിവസവും നമ്മളെ ഇങ്ങനെ കളിപ്പിക്കുക. മഴ പെയ്യുന്ന പോലെ തോന്നും, പക്ഷേ പെയ്യത്തുമില്ല. നമ്മളെ ഉഷ്ണം സഹിച്ച് അങ്ങ് വലയുകയാണ് ചെയ്യാൻ. അപ്പൊ ഇപ്പോഴും മൂടിക്കെട്ടി നമ്മൾ പോകുന്നതിനകത്ത് നല്ലൊരു മഴ പെയ്താലും കുഴപ്പമില്ലായിരുന്നു. ഈ യാത്ര തിരിച്ചു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ലൊരു മഴ കിട്ടാമെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ ഞാൻ കുടുംബജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയാം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും നമുക്കൊന്ന് ചിന്തിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ ചെയ്യുന്നവരൊക്കെ ഒരുപാട് നല്ല കുടുംബജീവിതം നയിച്ചവരായിരിക്കുന്നതിൽ നല്ലതാണ്. കാര്യം പ്രായമൊക്കെ ആയി എൻ്റെ പ്രായമുള്ളവരും ഒക്കെ 2 മക്കളെ കെട്ടിച്ചു. ഈ 3 മക്കളെ 2 പേരെ കെട്ടിച്ച് 2 കൊച്ചുമക്കളായി. ഇനി വെച്ചുണ്ടായാലും കല്യാണമായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ഇവിടെ ഇരിക്കുന്നവരും ഏകദേശമൊക്കെ നല്ലതാണ്. അതിനിടയ്ക്ക് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചു പേരെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരുമാതിരിയൊക്കെ കുടുംബജീവിതം ചുരുക്കം പേരൊക്കെ കുടുംബജീവിതം ആരംഭിക്കാത്തവരൊക്കെ ഉണ്ട്. ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നതാണ് ഒരുമാതിരിയൊക്കെ നല്ല കുടുംബജീവിതമൊക്കെ നയിച്ചവരൊക്കെയായിരുന്നു. അവിടെ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിഷയങ്ങളെ കുറിച്ച് അധികം പറയുന്ന കാര്യമില്ല. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതത്തിലും ഒക്കെ വരാമാവുന്ന ചില വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ ചിലപ്പോൾ നമുക്കൊക്കെ ചില ഗൈഡ് ലൈൻസ് മാർഗനിർദ്ദേശം കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഈ പ്രാർത്ഥനായോഗങ്ങളുടെ ഒരു നല്ല പങ്ക് വഹിക്കാനുണ്ടെന്ന് എൻ്റെ വിചാരം. പ്രാർത്ഥനായോഗങ്ങൾ വലിയ കാര്യങ്ങളൊന്നും പ്രവർത്തിച്ചിരിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മയാണ്. ആ പ്രാർത്ഥനായോഗത്തിൽ ഉള്ള മനുഷ്യരെ അവിടെ കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ മദ്യപാനികളൊന്നും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അമ്മായിയും മരുമക്കൾ തമ്മിൽ വഴക്കുകളായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഇത് പിന്നെ അമ്മായിയും മരുമക്കൾ വളരെ കുറവാണ്. ആ വഴക്കേ ഇല്ല, ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അത് അമ്മായിയും മരുമകളും ദൈവികരായതുകൊണ്ടൊന്നുമല്ല, 2 പേരും ഒരുമിച്ച് താമസിക്കുന്നില്ല. അതുകൊണ്ട് 2 പേരോട് ഒരുമിച്ച് താമസിക്കുന്നില്ല, വഴക്ക് വരുന്നു. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ 2 പേരും ഒരുമിച്ച് താമസിക്കാതിരിക്കാൻ മാതാപിതാക്കളും ശ്രദ്ധിക്കുന്നുണ്ട്, മക്കളും ശ്രദ്ധിക്കുന്നു. ഏതെങ്കിലും മക്കൾ കൂടെ താമസിക്കാമെന്ന് വിചാരിച്ചാൽ പോലും അമ്മ മോനോട് പറയും, മോന്റെ ജീവിതത്തിന്റെ സന്തോഷമാണ് ഞാനിത് പറഞ്ഞാൽ. അപ്പനും ഞാനൊക്കെ പ്രായമൊക്കെ ഞങ്ങൾ അങ്ങനെ ജീവിച്ചോളാം. മോൻ അവയെ കൊണ്ട് പോയി സുഖമായിട്ട് നിങ്ങൾ മാറി നിങ്ങളുടെ ജീവിതം നയിച്ചു. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരും വരെ ഈ കാലത്തുള്ള അമ്മമാരുണ്ട്. അതിന് പുറകെയുള്ള സംഗതി എന്താ? ഈ മരമോട് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതുകാരൊക്കെ വരും. അതിൻ്റെതായ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. അവരുടെ സ്വാതന്ത്ര്യവും പോവും, പ്രായമുള്ളവരുടെ സ്വാതന്ത്ര്യവും പോവും. അതുകൊണ്ട് മോൻ വരുമ്പോഴാണ് മാറുന്നതെന്ന് വെച്ചാൽ അത്രയും ആശ്വാസം ഉണ്ടാവും. അതുകൊണ്ടുകൂടെയാണ്, അല്ലാതെ വലിയ സന്തോഷങ്ങളൊന്നുമല്ല. പിന്നെ പരാതി പറയേണ്ട എപ്പോഴാണ്? പണത്തിന് ബുദ്ധിമുട്ടും ശാരീരിക അസുഖം ഉണ്ടെങ്കിൽ മകൻ മരുമോളൊന്നും നോക്കുന്നില്ല, നോക്കണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടാകും. ആരോഗ്യമുണ്ട്, കയ്യിൽ അത്യാവശ്യത്തിന് പണവും ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാതാപിതാക്കളും ഞങ്ങളെ അറിയാൻ ഉപദ്രവിക്കരുത്, ഞങ്ങൾ താമസിച്ചോളാം എന്ന് പറയുന്ന നിലയിലോട്ട് നമ്മുടെ സമൂഹം മാറി. അതുകൊണ്ട് ഈ പഴയ മാതാപിതാക്കളോടൊപ്പം മരുമക്കളും മക്കളും ജീവിക്കണമെന്നുള്ള നിർബന്ധം മുതിർന്ന തലമുറയിൽപ്പെട്ടവർക്കും ഇപ്പോഴില്ല. പിന്നെ ഞാൻ പറഞ്ഞ അവർ ഉണ്ടാകും എപ്പോഴേ സാമ്പത്തികമായി പണമില്ലെങ്കിൽ മക്കളെ സഹായിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ശാരീരികമായ പ്രയാസമുണ്ടെങ്കിൽ പിള്ളേർ നോക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒക്കെ ഇപ്പോൾ അവരവരുടേതായ ജീവിക്കുന്ന ഇത്
അതുകൊണ്ട് അമ്മായിയും മരുമക്കളും ഒക്കെ കുറവാണ്, വഴക്കുകൾ കുറവാണ്. ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥനാ യോഗങ്ങൾ ഒരല്പം ശ്രദ്ധിക്കാമെങ്കിൽ ചില പ്രശ്നങ്ങളിൽ നമുക്ക് വല്ലതും ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പൊതുവെ പ്രാർത്ഥനായോഗക്കാർ ചെയ്യുന്നത് വഴക്കുള്ള വീട്ടിൽ പ്രാർത്ഥനായോഗം നടന്നെങ്കിൽ അവിടെ പോയി കാപ്പി കുടിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയും ഇവിടെ വലിയ കമ്മിക്കാരാണ്. എന്നിട്ട് ഈ ന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തുന്ന പണിയല്ലാതെ ഇതിലെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താനുള്ള പണി പ്രാർത്ഥനായോഗക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റും. നിങ്ങളെ വിളിച്ചു വരുത്തേക്ക് നിങ്ങൾക്ക് എതിരായിട്ട് ദോഷമായിട്ടൊന്നും ഞാൻ പറയാമല്ലോ, അപ്പോൾ ക്ഷമിക്കണേ. ചിലപ്പോഴൊക്കെ കാരണം വീട്ടിലെ എൻ്റെ വൈഫ് പ്രാർത്ഥനായോഗത്തിന് പോയേച്ച് വരുമ്പോഴാണ് ഇതുപോലെ ചില ന്യൂസ് തരുന്നത് എനിക്ക്. അച്ഛനറിഞ്ഞാൽ നമ്മുടെ എൻ്റെ വീട്ടില് ഒരു വിഷയമുണ്ട്, അത് പ്രാർത്ഥനായോഗം വരുമ്പോഴാണ് ഇവരും പറയുന്നത്. അപ്പൊ അവിടുത്തെ ന്യൂസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ന്യൂസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനല്ലാതെ അതൊന്നും ഗോപ്യമായി വെച്ച് ആരെങ്കിലും മുതിർന്നവരപ്പോൾ അതിന് ഇടപെട്ട് പല പ്രശ്നങ്ങളും തക്ക സമയത്ത് ഒരു നല്ല സന്തോഷമോ കൗൺസിലിങ്ങോ കൊടുക്കാമെങ്കിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടെ ഒക്കുമെങ്കിൽ ഞാൻ ഒരു ആശയം പറയാനുള്ളതേ ഉള്ളൂ. പ്രാർത്ഥനയോഗത്തിൽ ഇന്ന് ചർച്ച ചെയ്യാനാണ്, ഒരിക്കലും ചർച്ച ചെയ്യും. അതിലെ മുതിർന്ന 2 or 3 പേര് ഇങ്ങനെ ചില വീടുകളിൽ ഇങ്ങനെ ചില പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്ന് കണ്ട്, നിങ്ങൾക്ക് അവരെ അതിൽ ഗുണദോഷിക്കാനൊന്നും പോകണ്ട, ചില കൊച്ചു കൊച്ചു വിഷയങ്ങളൊക്കെ വേണ്ടി നമുക്ക് ആരെങ്കിലും ഒന്ന് കണ്ടൊന്ന് സംസാരിച്ചാലോ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് അതറിയാവുന്ന നല്ല അച്ഛന്മാരുടെ എടുക്കലോ നല്ല കൗൺസിലേഴ്സ് എടുക്കലോ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി. അതുപോലെ മദ്യപിക്കുന്ന ചില ഭർത്താക്കന്മാരെ കൊണ്ട് വിഷമിക്കുന്ന ഭാര്യമാർ ഈ ഒരു ദിവസം പോയി അവരുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഈ മദ്യപാനം ഒന്നിക്കുകയും നിരന്തരമായി അതും പ്രാർത്ഥനായോഗത്തില് ഇന്ന വീട്ടിൽ ഇന്നാലെ മദ്യപാനിയായിട്ട് അങ്ങനെ നടക്കണം, ആ പെണ്ണുകളെ അടിക്കുന്ന ഇടിയാണ് ഒരു കഷ്ടമാണ് എന്ന് പറഞ്ഞ് 4 വീട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കാതെ അയാളുടെ ബോധമുള്ളപ്പോഴേ സമീപിച്ച് സംസാരിച്ച് മദ്യപാനം ഒരു പരിധി കഴിഞ്ഞാൽ ഗുണദോഷം കൊണ്ടൊന്നിക്കുകയും അതിന് ട്രീറ്റ്മെന്റ് വേണം, കൗൺസിലിംഗ് വേണം. അപ്പൊ അതിനൊന്ന് അവരെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അവിടെ പ്രാർത്ഥനാ യോഗങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സഹായമായിരിക്കും. അവിടെ അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ 4 പേരൊക്കെ പറഞ്ഞ് വലുതാക്കിക്കൊണ്ട് നടക്കാനല്ല, നമ്മളാ പ്രാർത്ഥനയോടുകൂടി ഒരു വീട്ടിലൊരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലൊരു നീറ്റിലുണ്ടാകും, നമുക്കൊരു വേദനയുണ്ടാകും. എന്തൊരു സന്തോഷമായിട്ട് ജീവിക്കാവുന്ന കുടുംബമാണ്, പക്ഷെ അവർ ഇത്രയും വിഷമത്തിലൂടെ കടന്നു പോകുന്നല്ലോ. അവരെ അതിൽ നിന്ന് കരകയറ്റാനുള്ള ചില സമീപനങ്ങൾ അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചിലരുടെ അടുക്കലോട്ടൊന്ന് കൊണ്ടുപോകാൻ ഇങ്ങനെയൊക്കെ ശ്രമിക്കാൻ നല്ലതായി. പ്രാർത്ഥനായോഗങ്ങൾ ഒരുമിച്ച് കൂടി പാട്ടും പാടി പുസ്തകമായി പ്രാർത്ഥിച്ച് തിരിയുക, പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ പിടിച്ചെടുത്തിട്ട് 4 പേരോട് അത് പറയാനുള്ള കർമ്മമല്ല, പരിഹരിക്കാനുള്ള ചിലമാണ്. ഒട്ടേറെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സമൂഹത്തില് ഈ കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ തക്കണമെന്ന് ചില കാര്യങ്ങൾ സമാപന സമ്മേളനം ദീർഘമായിട്ട് പറയാനായിട്ട് എനിക്ക് സമയമില്ല. ഇഷ്ടം പറയാൻ എനിക്ക് മനസ്സിലുണ്ട്. നമുക്ക് ദിവ്യബോധനത്തിൽ ഭൂമി പദ്ധതിസാലം പറഞ്ഞാൽ പുസ്തകം എഴുതിയിരുന്നു. പിന്നെ കുറേയേറെ ലേഖനങ്ങളൊക്കെ ഞാൻ ഈ കുടുംബ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിരുന്നു. ദിവ്യബോധനം പഠിച്ചവർക്ക് ആ പുസ്തകം പഠിച്ചു കാണും. പിന്നെ കൗൺസിലിംഗ് സെമിനാരി വിദ്യാർത്ഥികളെ അല്ല, പ്രത്യാശ കൗൺസിലിംഗിൽ പ്രത്യേകമായ പഠനം നടത്തുന്നുണ്ട്. ഗീതശാസ്ത്രത്തിലൊക്കെ ആ കൂട്ടത്തിൽ പഠിച്ചവരാണ്, ഇപ്പോഴും പഠിക്കുന്നുണ്ട് അച്ഛൻ. അപ്പൊ ഇങ്ങനെയുള്ള ചില രീതിയിലൊക്കെ ഞാൻ ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. 10-22 വർഷമായിട്ട് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ഇന്ന് ഞാൻ അവിടെ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ ഈ കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ തലമുറയ്ക്ക് മുൻപുള്ള തലമുറയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കാം. ഞാൻ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കേരളത്തിന് പുറത്തുള്ള ഒരു പട്ടണത്തിൽ ഞാൻ താമസിച്ച് പഠിക്കുന്ന ഒരു കാലമാണ്. ആ സമയത്ത് ഒരു വീട്ടിൽ തന്നെ വൈകിട്ട് ഊണിന് വിളിച്ചു. വൈകിട്ട് ഭക്ഷണം കഴിക്കും. ഞാൻ വൈകിട്ട് പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു.
അപ്പൊ എന്നെ വിളിപ്പിച്ചപ്പോഴ് അപ്പനും അമ്മയോട് പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ വിളിപ്പിച്ചത് അച്ഛന് ഭക്ഷണം തരിക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അച്ഛൻ്റെ ഒരു ഉപദേശം വേണം. അച്ഛനായിരുന്നാലും അച്ഛൻ്റെതായ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്ന്. അപ്പൊ ഞാൻ അവരോട് അവരുടെ കാര്യം കേട്ടു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും? ഒന്നുമില്ല, അച്ഛൻ തുറന്നു പറയണം. വിഷയം ഇതാണ്, ഒരു മകനെ, ആ മകന് IT മേഖലയിൽ നല്ല ജോലിയുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് അമേരിക്കയിൽ പോകാനായിട്ട് H1 വിസ, അമേരിക്കയിലുള്ളവർക്ക് ഉള്ളതെന്ന് എനിക്കറിയില്ല, അവിടെ കണ്ടിട്ടുള്ളതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആരെക്കുറിച്ചും ഒരു ദുഷി പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ മാറ്റത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും. അപ്പൊ ഈ കൊച്ചിനെ അപ്പനെ അമ്മയ്ക്ക് തിരിഞ്ഞു പോകാനാണ് വിഷമം. അപ്പനും അമ്മയ്ക്ക് ഒറ്റ മോനായതുകൊണ്ട് വിടുന്നതും വിഷമം. എന്നാൽ അമേരിക്കയിൽ ഒരു ജോലി കിട്ടിയപ്പോഴേ അത് വേണ്ടാന്ന് തോന്നുന്നു വിഷമം. എല്ലാ വിഷമം അല്ലേ? ചില സമയത്ത് നമുക്ക് ഇതാ ഒത്തിരി ഭാഗ്യം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ദൗർഭാഗ്യം. അപ്പോ അമേരിക്കയിൽ പോകാനുള്ള ചാൻസ് ഒരു വീട്ടിൽ വന്നു. ആ വലിയ ഭാഗ്യം വന്നു കഴിഞ്ഞപ്പോഴേ മറുവശത്ത് മോൻ അപ്പനെ അമ്മയും തിരിഞ്ഞു പോകാനുള്ള വിഷമം, അപ്പനും അമ്മയും മോനെ തിരിയാനുള്ള വിഷമം. ഒടുവിൽ അവരൊരു തീരുമാനമെടുത്തു, മോൻ 5 വർഷം അമേരിക്കയിൽ കഴിയട്ടെ, അമേരിക്കയിൽ പോകാനൊരു അവസരം കിട്ടിയില്ലെങ്കിൽ H1 വിസ 5 വർഷം ജോലി ചെയ്തിട്ട് അവർക്ക് തിരിച്ചു പോകട്ടെ എന്നുള്ളൊരു ആരുടെയും തീരുമാനത്തിലെത്തി. പിന്നെ എന്റെ ഒരു ഉപദേശം കൊണ്ട് കിട്ടിയാൽ അതൊക്കെ അവൻ തോന്നി. ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയും. ഞാൻ അമേരിക്കയിൽ ചിലപ്പോഴൊക്കെ പോയിട്ടുണ്ടെന്നുള്ള അറിഞ്ഞുകൊണ്ടാണ് അവരെന്നോട്, എനിക്ക് നേരത്തെ പരിചയമുള്ളവരുമാണ്, എന്നോട് ഈ അഭിപ്രായം ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയാം. മകൻ അമേരിക്കയിൽ ഒരു ജോലി കിട്ടിയെന്നുള്ളത് നല്ല കാര്യം, നല്ല സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിനേക്കാൾ സാമ്പത്തികമായിട്ട് വളരാനുള്ള സാധ്യതകളൊക്കെ അവിടെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 5 വർഷത്തിനുള്ളിൽ അവൻ വരാൻ പോകുന്നത് നടക്കണം. കാരണം ഞാൻ അവിടുത്തെ കണ്ടുള്ള അമേരിക്കയിലിരിക്കുമ്പോൾ ഞാൻ ആധികാരികളൊന്നും പറയാനില്ല, എങ്കിൽ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങൾ. ഇവിടുന്ന് ഒരു കൊച്ചിന് H1 വിസയിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവൻ അവിടെ ജോലിക്ക് കയറുന്നു, അവൻ ചെറിയൊരു അപ്പാർട്ട്മെന്റ് എടുക്കുന്നു, ഒരു കാർ വാങ്ങിക്കുന്നു, ഇതിനെല്ലാം ലോൺ കിട്ടും. അപ്പൊ ഇതെല്ലാം എടുത്ത് അവനൊന്ന് സെറ്റിൽഡായി വരാൻ, ഈ ലോണൊക്കെ പുറത്തെ അടച്ച് അവിടുത്തെ രീതികളൊന്ന് ചേർത്ത് വരാൻ ഒരു 3-4 വർഷം എടുക്കും. അത് കഴിഞ്ഞ് ഉടനെ തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. അതിനോടൊപ്പം അവിടുത്തെ ജീവിത ശൈലി തരുന്ന ചില സൗകര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തെക്കാൾ നല്ല റോഡുകളും നല്ല വീടുകളും സാമ്പത്തികമായ മറ്റ് സൗകര്യങ്ങളും ഭൗതികമായ കാര്യങ്ങൾ നമ്മളതിനേക്കാൾ വളരെ മെച്ചമായ ഒരു സാഹചര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ നമ്മളോട് ആസ്വദിച്ച് തുടങ്ങിയിട്ട് ഉടനെ അത് ഇട്ടേച്ച് പോരാൻ അത്ര വേഗം സാധിക്കും. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ മകന് അവന് പോകാനും അവന് ജോലി കിട്ടുന്ന അവിടെ നല്ലതായതുകൊണ്ട് അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഉൾപ്പെടാണ്, അവൻ 5 വർഷത്തിനുള്ളിൽ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് കാണിക്കാം. 5 വർഷത്തിനുള്ളിൽ അവൻ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോഴത്തേക്ക് അവർ 2 കൂട്ടരും പറയും. മോൻ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, എനിക്ക് പപ്പായും മമ്മിയും പിരിഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. പപ്പായും മമ്മിയും പറയുന്നു ഞങ്ങൾക്ക് അവനെ പിരിഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു, അതൊക്കെ ഇപ്പോഴത്തെ വികാരം, നമ്മുടെ ഈ മനസ്സിന്റെ വികാരം ഇന്നുള്ളതുപോലെ വൈകിട്ടായിരിക്കില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് നല്ല ഉല്ലാസമാണെങ്കിൽ വൈകിട്ടാകുമ്പോൾ നമുക്ക് ഉച്ച വിഷക്കാരെ മതി വിഷമിക്കാൻ. അപ്പൊ മനുഷ്യന്റെ വികാരം എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് നിങ്ങൾക്ക് വിഷമമായിട്ട് തോന്നുന്നു, അതുപോലെ നിങ്ങൾക്ക് വിഷമമായിട്ട് തോന്നും. പക്ഷെ നീ അമേരിക്കയിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേ നിന്റെ ഈ സെന്റിമെന്റൽസ്, ഈ പറഞ്ഞ വൈകാരികതയൊക്കെ മാറ്റം ഒന്നും മാറ്റം വരത്തില്ലെന്നാ അതൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ തീരുമാനിച്ചതുപോലെ ചെയ്യുക. 5 വർഷം കഴിഞ്ഞ് നീ മടങ്ങി വരിക, പോയി ജോലി സമ്പാദിക്കുക. ഏതായാലും ഞാൻ അവിടുന്ന് പോയി. പിന്നെ എന്തോ സംഭവിച്ചെന്നറിയാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ അപ്പനെ, അപ്പൊ കുറെ അച്ഛൻ, ഞാൻ എല്ലാ ദിവസവും അച്ഛനെ പോകും.
അച്ഛാ അവൻ 5 വർഷക്കാലം തിരിച്ചു വന്നില്ലെന്ന് മാത്രമല്ല, അവൻ അവിടുത്തുകാരി ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു. ഇതൊന്നും ഞാൻ തെറ്റാണെന്ന് പറയാം. ഈ സമൂഹത്തിന്റെ മാറ്റങ്ങൾ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളത് അറിയണം. അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളാണ്. അപ്പൊ മുമ്പ് കാലത്ത് നമ്മുടെ ഈ സെൻട്രൽ ബ്ലോക്കിൽ താമസിക്കുന്നവര് ഈ കൊച്ചു കൂട്ടായ്മയ്ക്കുള്ളിലുള്ള ലോകത്തെ നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് അതിനകത്തുള്ള ബന്ധങ്ങളാണ് നമ്മളെ സൂക്ഷിച്ചുകൊണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ അങ്ങനെയല്ല. ലോകം മുഴുവൻ അവർ കാണുക. അത് ലോകം മുഴുവൻ പോയി കാണുന്നവരുണ്ട്, പോകാത്തവരുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, ടി വി എന്ന് പറയുന്ന സാധനം ഇരിപ്പുണ്ട്. അതിനകത്തൂടെ നമുക്ക് ഈ ലോകം മുഴുവൻ കാണാം. പിന്നെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിന്റെ കണക്ഷൻ കൂടെ ആകുമ്പോൾ ഏത് ലോകത്തോടും പോകാം. വിദേശത്ത് പോകണമെന്നില്ല, ഇപ്പൊ വിദേശം കാണാനായി നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് കാണാം. അതുകൊണ്ട് ഇന്നത്തെ ലോകത്തില് പഴയ സെൻട്രൽ താമസിച്ചിരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഒരു ഹോമോജിനസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സമൂഹത്തിന്റെ ഒരു സാംസ്കാരിക തനിമ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ മക്കൾ പോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള അറിവ് നമുക്ക് കിട്ടുകയോ ചെയ്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പുതുക്കൽമാനം നടന്നിട്ടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകളില്, മൂല്യങ്ങളില്, നമ്മുടെ സങ്കല്പങ്ങളില്, നമ്മുടെ ആഗ്രഹങ്ങളില് എല്ലാം മാറ്റങ്ങളുണ്ടായി. അതിന് വ്യത്യസ്തമാകാൻ നമുക്ക് വലിയ പ്രയാസം. ഞാൻ വീണ്ടും ഉദാഹരണം പറഞ്ഞു പോവുകയല്ല, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാം. മിനിഞ്ഞാന്ന് ഞാൻ കോട്ടയത്ത് സെമിനാരിയിൽ നിന്ന് ഞാൻ ദേവലോകത്ത് വന്ന് തിരിച്ചു പോകുമ്പോഴേ ഞാൻ എൻ്റെ മകളും മകളുടെ ഭർത്താവ് അച്ഛനും അവരുടെ കൊച്ചു കുഞ്ഞ് 1.5 വയസ്സുകാരനും കേരള റോഡിലൂടെ പോയപ്പോഴേ അവിടെ പിസ്സ കോട്ടയത്ത് അറിയാൻ എനിക്ക് പിസ്സ കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളൊന്നുമല്ല. പക്ഷെ 4 മണി കഴിഞ്ഞ സമയം 4:30 അപ്പോൾ ഒരു ചെറിയ വിശപ്പ് തോന്നി. എന്നാല് ഒരു പിസ്സ കഴിച്ചു കളയാം. അപ്പോ അതിന്റെ മുകളിൽ കാറ് നിർത്തി ഞാനും കുടുംബമായി മോളും വരുവാനും കൊച്ചു കുഞ്ഞുമോടെ ഞങ്ങൾ 4 പേരുടെ കയറിയിരുന്ന് പിസ്സ കഴിച്ചു. 2 പീസ് പിസ്സ കഴിച്ചതേ ഉള്ളൂ. 800 രൂപ കൊടുക്കേണ്ടി വന്നു. എന്താ? അപ്പോ 800 രൂപ കൊടുത്ത് പിസ്സ വാങ്ങിച്ച് കഴിച്ചു. മനസ്സിൽ തീരുമാനിച്ച് ഇനി മേലാതില്ലേ അർത്ഥമില്ല, പിസ്സ അർത്ഥമില്ല. നമുക്ക് 800 രൂപയ്ക്ക് നല്ല സദ്യ കഴിക്കുമ്പോൾ നമുക്ക് 800 രൂപ ആവത്തില്ല. ചെറിയ കോട്ടയിൽ 50-60 രൂപയ്ക്ക് നമുക്ക്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പിസ്സ കഴിക്കണം എന്നുള്ള ചിന്ത എന്റെ മോക്കും വരുമെന്ന് ആഗ്രഹമാണില്ല, ആഗ്രഹിക്കാം. ഒരു പിസ്സ കഴിച്ചു കളയാനുള്ള ആഗ്രഹം എനിക്കുമാണ്. ഈ ആഗ്രഹം എനിക്ക് എങ്ങനെയാണ്? വിദേശ നാട്ടിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചതുകൊണ്ടാണ് നമുക്ക് കഴിക്കണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ ഇതുപോലെയുള്ള സ്വാധീനങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല, ഞാൻ ഉൾപ്പെടെ കേട്ടോ. അതാണ് നമ്മുടെ പിള്ളേർ നോക്കിയറിയാം. പാചകം ചെയ്യുമ്പോൾ പിള്ളേർ തിന്നു തിന്നത്തില്ല. അവിടെ രുചി പോലെ മാറി, അല്ലെങ്കിൽ ആ രുചി മാറ്റപ്പെട്ടു, മാറ്റി മറിച്ചു. ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ഈ ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ സംവിധാനങ്ങള് മനുഷ്യരുടെ രുചിയെ കൂടെ മാറ്റിച്ചു. കാര്യം പഴയ കാച്ചിൽ ചെയ്യുന്നു ഒക്കെ തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ സാധനം നൂഡിൽസ് വല്ല മനുഷ്യമാക്കി കഴിക്കുമോ? അപ്പൊ നൂഡിൽസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ അവരുടെ കോൺഫ്ലെക്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, അവരുടെ വിഭവങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കണം. നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാനായിട്ടാണ് ഈ പരസ്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിന് മാറിപ്പോകും. പിള്ളേരെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ പിള്ളേരുടെ മനസ്സെന്ന് പറയാൻ കൊച്ചു പിള്ളേർ കൂടുതൽ സ്വാധീനിക്കപ്പെടും അല്ലേ? അവർ ജീവിയുടെ മുമ്പിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാർബറീസിന്റെ ഇങ്ങനെ വീഴുമല്ലോ, അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോഴേ കൊച്ചു പിള്ളേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അറിയാതെ നുണയും. അതുപോലെ കുട്ടികളെ പ്രായമുള്ളതായ പിന്നെ കൊച്ചുപിള്ളേർ അതാ. അപ്പൊ അതുപോലെ മനുഷ്യരെ ഇങ്ങനെ സ്വാധീനിക്കുന്ന ലോകത്ത്. അതുപോലെ നൂഡിൽസ്, മാഗി നൂഡിൽസ് പുറത്ത് വന്നല്ലോ. നൂഡിൽസ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞു.
കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും ആലോചനകളെയും മൂല്യങ്ങളെയും സമൂലമായിട്ട് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഞാൻ ആദ്യം ഒന്ന് തിരിച്ചറിയും. നമുക്ക് പലപ്പോഴും ആ തിരിച്ചറിവ് പോലും ഇല്ല. അപ്പൊ അതിൽ കുടുംബത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ, നമ്മുടെ ഇളം തലമുറയ്ക്ക്, നിങ്ങൾക്കല്ല എനിക്കുമല്ല, നമ്മുടെ മക്കളുടെ തലമുറയ്ക്ക് മാറ്റം വന്നിരിക്കും. എന്താ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം? ഇത് ആജീവനാന്തം ദൈവം കൂട്ടിച്ചേർക്കുന്ന ഒരു ബന്ധമായി ആയുഷ്കാലം മുഴുവൻ നിൽക്കേണ്ട ഒന്നാണെന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഈ ഫാമിലി കൗൺസിലിംഗ്, ഫാമിലി തെറാപ്പിയൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഫാമിലി തെറാപ്പി, ഫാമിലി കൗൺസിലിംഗ് എല്ലാം പഠിച്ചാലും ഒരു കൊച്ചിന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, അതായത് പെൺകൊച്ച് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവളുടെ മനസ്സിലൊരു ചിന്ത വരികയാണ്, എനിക്ക് ഇഷ്ടമുള്ള കാലത്തോളം ഈ ചെറുക്കൻ്റെ കൂടെ അല്ലെങ്കിൽ പെൺകൊച്ചിൻ്റെ കൂടെ ഞാൻ ജീവിക്കും. എന്നെനിക്ക് ഇഷ്ടം പറയുന്നോ ഞാൻ അതിലേക്ക് പോകും എന്ന് ഉള്ളിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു കപ്പിൾസിനെ നമുക്ക് എങ്ങനെയെങ്കിലും യോജിപ്പിക്കാൻ ഒക്കുവോ? കേൾക്കുന്നുണ്ടല്ലോ, അല്ലേ? ഒക്കുവോ? സാധിക്കത്തില്ല. കാര്യം അവരുടെ മനസ്സിലും വളരെ ആ രീതിയിൽ കാഴ്ചപ്പാടായി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. നമ്മുടെ പെൺകുട്ടി ബിടെക് പാസ്സായ പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി, സൺഡേ സ്കൂളിൽ മത്സരങ്ങളിലൊക്കെ സമ്മാനം കാണിച്ച് സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച് വളർന്നു വന്നൊരു കുട്ടി, അവള് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളിനെ, ഒരു ഹിന്ദുവിനെ അവൾ ജോലി ചെയ്ത സ്ഥലത്ത് സ്നേഹിച്ചു. നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും അംഗീകരിക്കാനൊക്കെ ഇല്ലല്ലോ. അവരാ കുട്ടിയെ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് പോയി. അവ ഈ കൊച്ചു പഠിക്കുന്നത് ഞാൻ ഗുണദോഷം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ കൗൺസിലിംഗിന്റെ ടെക്നിക്കല്ല അതിൻ്റെ ഒരു രീതി നമ്മളങ്ങോട്ട് ഗുണദോഷം കൊടുത്ത് അവരെ നിർബന്ധിപ്പിക്കാനുള്ള പിള്ളേരാരും അങ്ങനെ കൊച്ചു പിള്ളേരല്ല അങ്ങനെ കേൾക്കാൻ. അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് അവർ തന്നെ തീരുമാനം എടുക്കുന്നവർ സഹായിക്കുന്ന ഒരു പ്രക്രിയ കൗൺസിലിംഗ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് അവളെ ആദരിച്ചുകൊണ്ട്, അവളുടെ തീരെ കൊച്ചു കുഞ്ഞൊന്നുമല്ല, അവൾ ബിടെക് പാസ്സായി നല്ല ജോലി ചെയ്യുന്ന വളരെ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്. കാര്യങ്ങൾ അറിയാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്ത് ഞാൻ വഴക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമില്ല. ഞാൻ ആ കുഞ്ഞിനെ കൊണ്ട് ചിന്തിപ്പിച്ചു, മക്കളെ, ഒരേ സഭയിലുള്ള കുട്ടികളെ തന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടും സമൂഹത്തിന്റെ അനുഗ്രഹത്തോടും സാമ്പത്തികമായ നിലവാരം ഏതാണ്ട് തുല്യമായിട്ടും വിദ്യാഭ്യാസ നിലവാരം തുല്യമായിട്ടും എല്ലാം നോക്കി വിവാഹം നടത്തിയിട്ട് പ്രശ്നങ്ങൾ ഒത്തിരി കൂടുതലുണ്ടാകും. അപ്പൊ നിന്റെ വിവാഹത്തിന് ജാതി വേറെ, മതം വേറെ, നിന്റെ മാതാപിതാക്കൾക്ക് സമ്മതമില്ല, അവരുടെ മാതാപിതാക്കൾക്ക് സമ്മതമില്ല. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് കുഞ്ഞുമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നീ കുഞ്ഞിനെ വളർത്തുന്നത് നീ ഏത് ജാതിയിൽ വളർത്തും, ഏത് മതത്തിൽ വളർത്തും, ഏത് വിശ്വാസത്തിൽ വളർത്തും, ഇങ്ങനെ ഒട്ടേറെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ആ കുട്ടിയുമായിട്ട് ഞാൻ സംസാരിക്കുക. അല്ലാതെ നീ പ്രേമമൊക്കെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമാണ്. അപ്പൊ ആ കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കുറേ സമയം ഞാൻ സംസാരിച്ചു. അത് കഴിയുമ്പോൾ ആ കുട്ടിയോട് പറയണം, വളരെ ബുദ്ധിയോടുകൂടി ആ കുട്ടി പറഞ്ഞു, അച്ഛാ, എനിക്കിതെല്ലാം അറിയാം. ഈ വിവാഹത്തിൽ വളരെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് എനിക്കറിയാമെന്നില്ല. പക്ഷെ ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ഒക്കാത്ത നിലയിൽ വന്നാൽ ഞാൻ വിവാഹമോചനം തരും. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. എനിക്കറിയാം, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള കഴിയും. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ ഈ പ്രേമബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ എനിക്ക് സാധ്യമാണ്. ആ കുട്ടി ഉറച്ചു വന്നു. മാതാപിതാക്കളെ സമ്മതിച്ചില്ല. പക്ഷെ ആ വിവാഹമാണ്. ഞാൻ ഈ മാതാപിതാക്കളെ കുട്ടി ഒന്നും ഞാൻ കുറ്റപ്പറയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ വളർന്നു വരുന്ന തലമുറയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന തലമുറയ്ക്ക് ഒരു വിവാഹം നടന്നാൽ ദൈവം കൂട്ടിച്ചേർത്തു, ഇനി അത് ജീവിതത്തിൽ ഒരു നാളും വേർതിരിക്കരുത്, വേർതിരിക്കാൻ ഒക്കുകയില്ല എന്നുള്ള അലംഘനീയമായ വിശ്വാസത്തിലായിരുന്നു നമ്മുടെ തലമുറയിൽ, നമ്മുടെ മുമ്പുള്ള തലമുറയിൽ നിന്നത്.
എന്നാൽ നമ്മുടെ മക്കളുടെ തലമുറ ആ വിശ്വാസത്തിലല്ലത്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുമായിട്ട് അങ്ങ് ഒരുമിച്ച് ജീവിക്കാം. അതിനകത്ത് സംഘർഷങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ സുഖമായിട്ട് അനുഭവിച്ചു പോകാം എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ തലമുറയിൽ കുട്ടികൾക്കുണ്ടായി തുടങ്ങി. ഇവിടാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം കണ്ടെത്തുന്നത്. കുടുംബജീവിതത്തെ കുറിച്ചുള്ള ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാട്, ദൈവികമായിട്ടുള്ള സങ്കല്പങ്ങൾ, വിശുദ്ധ കൂദാശയുടെ പരമമായ മൂല്യം, ഇതെല്ലാം നമുക്ക് ഇന്ന് വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാതാപിതാക്കൾ മോശമൊന്നുമല്ല. നമ്മുടെ കാണുന്നുണ്ടെങ്കിൽ വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ കേവലമായിട്ട് നടത്തി 4 പേരുടെ മുമ്പിൽ നമ്മുടെ വലിപ്പമൊക്കെ കാണിക്കുക എന്നുള്ളതല്ലാതെ ഈ കുഞ്ഞുങ്ങള് ദൈവം കൂട്ടിച്ചേർക്കുന്നതാണെന്നുള്ളത് ആ വിശ്വാസത്തോടെ അവർ ജീവിക്കണമെന്നുള്ള ചിന്ത മാതാപിതാക്കൾ പോലും പറഞ്ഞിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ വിവാഹം എത്രയും കേവലമായിട്ട് നടത്തി അത് വലിയ ആർഭാടമാക്കി മനുഷ്യരുടെ വലിപ്പമൊക്കെ കാണിക്കണം എന്നുള്ളതല്ലാതെ ഈ കുഞ്ഞുങ്ങൾ ആയുഷ്കാലങ്ങളിൽ നിൽക്കേണ്ട ആത്മീയമായ പക്വതയോ വൈകാരികമായ പക്വതയോ ഉണ്ടോ എന്നുള്ള ചിന്ത പോലും നമ്മുടെ മാതാപിതാക്കൾക്കും ഇല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രിമാരേജ് കൗൺസിലിംഗിൽ കുറച്ചേറെ കുട്ടികളെ ഇപ്പൊ ഈ ഈസ്റ്റർ കഴിഞ്ഞ സമയമായതുകൊണ്ട് കല്യാണങ്ങൾ കൂടുതൽ നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഒരു കൗൺസിലിംഗ് നടത്തി. കുറച്ച് കുട്ടികളെ ഒരുമിച്ച് ചേർത്താണ്. ഞാൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേ അവരുടെ ഉത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യാതൊരു വിവാഹത്തിന്റെ പക്വത, ഒരു വിവാഹം കഴിക്കാനുള്ള പക്വത പല കുട്ടികൾക്കും ആയിട്ടില്ല. പിന്നെ ആരെങ്കിലും പറയും വീട്ടുകാരൊക്കെ കല്യാണം നടത്താമെന്ന് പറഞ്ഞു അന്ന് കല്യാണം നടത്തുക. അവർക്ക് കുടുംബജീവിതം നയിക്കുന്നതിനെ കുറിച്ചുള്ള അത്യാവശ്യം അറിവുകൾ ആ കുട്ടികൾക്കില്ല. ഇങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുന്നതിനെ പോലും ഗൗരവമായിട്ട് അവരെടുക്കുന്നില്ല. അവരുടെ എക്യുപ്പ് കണ്ടാൽ അറിയാം, അവരതൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അത് പിന്നെ സഭ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളതല്ലാതെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഇരുന്ന് എനിക്ക് പഠിക്കാനുണ്ടെന്നുള്ള ഒരു ചിന്ത പോലും പല കുട്ടികൾക്ക്. അതിനെ പ്രതിഫലം കിട്ടാൻ വേണ്ടി അവരവിടെ വന്നിരിക്കുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് പോലും ഗൗരവമില്ല. ചിലപ്പോൾ മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കും, പിള്ളേരെ ഏതായാലും സർട്ടിഫിക്കറ്റ് വേണം, അവിടെ കൂടാ പോയി അങ്ങനെ പോയേച്ചോ, അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് നീ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പോയേച്ചോ. മാതാപിതാക്കൾ പോലും കുഞ്ഞുങ്ങളെ അല്പസമയം അവിടെ ചെലവഴിക്കുന്നുണ്ടെങ്കിലും ആ കൗൺസിലിംഗ് കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ പ്രയോജനപ്രദമാണ്. എങ്ങനെ ഒരു ഭാര്യഭർത്താവും ആയുഷ്കാലം ഒരുമിച്ച് ജീവിക്കണം, കൊച്ചു കാര്യങ്ങളല്ല, ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലാസ്സിനെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം, പഠിക്കണം എന്നുള്ള ചിന്ത ഈ മാതാപിതാക്കൾക്ക് പിള്ളേർക്ക് കൊടുക്കുകയും ചില മാതാപിതാക്കൾ വിളിച്ചു പോയിരിക്കും. മാളിക്ക് 2-3 ദിവസത്തെ മുഴുവൻ ക്ലാസ് ഉണ്ട്. ചില ചോദിക്കും, ഒരു ദിവസം ക്ലാസ് മുഴുവൻ പോകേണ്ട കാര്യമുണ്ടോ വെച്ചാൽ അത് അച്ഛനൊന്ന് കണ്ടേച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. അപ്പൊ നോക്കുക, കുടുംബജീവിതം നയിക്കുന്നതിന് എത്രമാത്രം പക്വത നമ്മുടെ കുട്ടികൾ നേടിയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് പോലും കാഴ്ചപ്പാട്. അതുകൊണ്ട് നമ്മൾ വളരെ അപകടകരമായ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ അപകടം അല്ല, അസുഖം വന്നിട്ട് ചികിത്സിക്കുകയല്ല, അസുഖം വരാതെ. ഈ നമ്മുടെ കാലഘട്ടത്തിൽ വന്ന മാറ്റം എന്താണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. നമ്മൾ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താ? അവർക്ക് നല്ല ജോലി സമ്പാദിക്കണം, അവർക്ക് നല്ല ശമ്പളം കിട്ടണം, സ്ഥാനമാനം കിട്ടണം. നല്ല കുടുംബജീവിതം നയിക്കാനായിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? അല്ല. നല്ല കുടുംബജീവിതം നയിക്കുക എന്നുള്ളത് യാതൊരു ഓറിയന്റേഷൻ ഉള്ളതുമില്ല. എന്നാൽ പഴയ കാലത്താണെങ്കിലോ ഒരു വീട്ടിൽ പിള്ളേരെ പറഞ്ഞു കഴിഞ്ഞാല് പിള്ളേരെല്ലാവരും വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം നയിക്കും. കുടുംബജീവിതം നന്നായി കൊണ്ടുപോകണം എന്നുള്ള ഒരു പാഠം അവരറിയാതെ തന്നെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കാറ്. ഇപ്പൊ ഒരു കുട്ടിക്ക് കിട്ടുന്നില്ല. ഇപ്പൊ കുട്ടികൾക്ക് കിട്ടുന്നതെന്നറിയാമോ? എങ്ങനെയെങ്കിലും നല്ല പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് പല കോർപ്പറേറ്റ്, ഇപ്പൊ അതാണല്ലോ
എന്നെ അത് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ പിള്ളേരെ ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചതാണ്. എഞ്ചിനീയറിംഗ് MBA ഒക്കെ എൻ്റെ പിള്ളേർക്ക് പാസ്സായതാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഇതൊന്നും ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞു ആരും വിചാരിക്കരുത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ജോലിയും സമ്പാദനവും പണവും കുടുംബത്തിന് വേണ്ടിയാണോ അത് കുടുംബം ഇതിനു വേണ്ടിയാണോ? ഇത് നിങ്ങൾ ഞാൻ ഗൗരവമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജോലി സമ്പാദ്യം പണം അത് പ്രധാനം, കുടുംബം രണ്ടാമത്. ഈ കാഴ്ചപ്പാടിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ വളർന്നു വരുന്നത്. എന്നാൽ പഴയ കാഴ്ചപ്പാടങ്ങനെ അല്ലായിരുന്നു. കുടുംബത്തിന് വേണ്ടിയാണ് ജോലിയും സമ്പാദ്യവും പണവും എല്ലാം. ഞാനെന്തെങ്കിലും പറയുകയാണെങ്കിൽ ആത്മപ്രശസ്തിയായിട്ട് തോന്നാതിരിക്കാൻ എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്നെ സ്വയം പോയിട്ട് പറയുന്നതല്ല, എങ്കിലും എൻ്റെ ഒരു ജീവിതാനുഭവം. എൻ്റെ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ എന്നെ ഇംഗ്ലീഷുകാരിയാണ്. BEഡിന് വിട്ടത് ജോലി എന്ന് സമ്പാദിക്കാൻ 30-35 വർഷങ്ങൾക്ക് മുമ്പ് സാധിക്കുമായിരുന്നു. അപ്പോഴേ ഞാൻ സെമിനാരിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. അന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ഒക്കെയാണ്. അപ്പം പലപ്പോഴും വീട്ടിൽ ഞാനില്ല, യാത്രയിൽ പ്രോഗ്രാമുകൾ കുറെ പോകുന്ന ഒരു കാലമൊക്കെയായിരുന്നു. ദൈവകൃപയിൽ ആദ്യത്തെ വർഷത്തിന്റെ മോനെ ലഭിച്ചു. അപ്പം ഭാര്യയെ ജോലിക്ക് വിട്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടാകുന്നുണ്ട്. വലിയ കുടുംബപരമായ ഒത്തിരി സമ്പത്തുള്ള വീട്ടിലെ ആളാണ്, ഒരു സാധാരണക്കാരൻ. അതുകൊണ്ട് സമ്പത്തിന്റെ ആധിക്യമൊന്നും എനിക്കില്ല. അന്നേക്കുള്ള കാര്യങ്ങളൊക്കെ ജീവിക്കുന്ന സാഹചര്യം തന്നെയാണ്. അവിടെ വായിച്ചൊരു ജോലി കിട്ടേണ്ടത് സാമ്പത്തികമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യം കൂടെയായിരുന്നു. എന്നാലും ഞങ്ങൾ രണ്ടുപേരുടെ ആലോചിച്ച് കഴിയുമ്പോഴേ BEഡിന് വിട്ടാൽ പഠിക്കാൻ പോകണം. അപ്പൊ എൻ്റെ അമ്മ പ്രായമായിരിക്കുകയാണ്. BEഡിന് അവൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ ആരും നോക്കും. ഞാൻ പല കാര്യങ്ങൾക്ക് ഓടി നടക്കും. മോനുണ്ടായി, മോനെ പിന്നെ ആരും നോക്കും, അമ്മയെ ആരും നോക്കും, പല പ്രശ്നങ്ങളായി. അപ്പോൾ ഒടുവിൽ വലിയ സാഹസമൊന്നും ഞാൻ ചെയ്തെന്ന് പറയാറില്ല. ഞങ്ങൾ രണ്ടുപേരുടെ ആലോചിച്ചു BEഡിനൊന്നും പോകണ്ട. ഭാര്യ കുടുംബത്തിൽ വീട്ടിൽ ഹൗസ് വൈഫായി ഭാര്യ ജീവിക്കാൻ ഭാര്യ വലിയ മനപ്രയാസമൊന്നും കാണിച്ചില്ല. ഞാൻ പിന്നെ അതിനകത്ത് നിർബന്ധിച്ച് ജോലി എന്ന് പറഞ്ഞ് വലിയ വ്യവഹാരം കാണിച്ചു. അങ്ങനെ എൻ്റെ ഭാര്യ ഹൗസ് വൈഫായിട്ട് ജീവിക്കും. ഇത് ഞാൻ വലിയ സാഹസം ചെയ്തോന്നോ വലിയ നന്മ ചെയ്തോന്ന് ഞാൻ വെറുതെ പറയാറില്ല. ഞാനൊരു ആശയം ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്, നമ്മുടെ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഇപ്പോഴത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് പഠിച്ചു ഒരു കുട്ടിക്ക്, ഇപ്പൊ എന്റെ പെൺമക്കൾ രണ്ടുപേരും പഠിച്ചവരാ, അവരുടെ കാഴ്ചപ്പാട് മാറി. എന്റെ വൈഫിന്റെ കാഴ്ചപ്പാടല്ല എന്റെ പെൺമക്കളുള്ളത്. എന്റെ പെൺമക്കൾ ഈ മാനവത്തിന്റെ സന്തതികളാണ്. അതുകൊണ്ട് അവർക്ക് രണ്ടുപേരും പഠിച്ചവരാ. സ്വന്തം ജോലി വേണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അപ്പൊ അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ജോലി ചെയ്യുമ്പോഴും പെൺമക്കളെ ജോലിക്ക് വിടുന്ന ഞാൻ പറഞ്ഞെന്ന് ആരും വിചാരിക്കരുത്. സ്ത്രീ വിവേചനം പറഞ്ഞെന്ന് വിചാരിക്കരുത്. എന്റെ ആശയം ഇതാണ്, കുടുംബമാണോ പ്രാധാന്യം അതോ നമ്മുടെ സമ്പാദ്യവും ജോലിയാണോ പ്രാധാന്യം? ഇത് രണ്ടും കൂടെ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ നോക്കുമെങ്കിൽ നല്ലതല്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് തമ്മിൽ ഒരു കാഴ്ച വരുന്നു. ജോലി, സമ്പാദ്യം, പണം ഇതിന്റെ പുറകെ പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് വീഴ്ച വരുമെന്നുണ്ടെങ്കിൽ കുടുംബം അതാണ് ഒന്നാമതെന്ന് തീരുമാനിക്കാൻ എങ്കിലുമുള്ള വിവേചനവും വിവേകവും നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്കുണ്ടാകും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് ഉണ്ടാകുന്നില്ല. അവർക്ക് കുടുംബം നഷ്ടപ്പെട്ടു പോയാലും വേണ്ടിയില്ല, ഞങ്ങളുടെ സമ്പാദ്യം, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ പണം എന്നുള്ള നിലയിലുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ അനേക കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ചില സ്ത്രീകൾ രാമകലിക്കറിയാം. ചില സ്ത്രീകൾ പോയി ജോലി ചെയ്യുന്നത്, രാമകൽ ജോലി ചെയ്യുമ്പോഴവർക്ക് മാസം കിട്ടുന്നത് 6000 രൂപ 7000 രൂപ. കൊച്ചിനെ വളർത്താൻ ജോലിക്ക് വീട്ടിലാക്കിയിരിക്കുന്ന സ്ത്രീക്ക് 8000 രൂപയാകുന്നത്. എന്നാൽ ഈ സ്ത്രീയുടെ വിചാരം, എനിക്ക് സ്വന്തമായി 4 പൈസ ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ ഒരു സ്ഥാനമാനം ഉള്ളൂ എന്നുള്ള വിചാരം ഈ സ്ത്രീയുടെ മനസ്സിൽ. ഞാൻ വീണ്ടും പറയട്ടെ, സ്ത്രീകൾ അവരോട് തോന്നാതെ പറയുന്നതാരും വിചാരിക്കരുത്.
പക്ഷേ ഈ 6000 രൂപയ്ക്ക് പോയി രാവിലെ ജോലി ചെയ്തിട്ട് ഭർത്താവിന്റെ ശമ്പളത്തിൽ നിന്നും കൂടെ കൂട്ടിയെടുത്ത് 8000 രൂപ വേലക്കാരിക്ക് കൊടുത്തിട്ട് കുട്ടിയെ വളർത്തുന്ന സാഹചര്യം വരെ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അമിത പ്രാധാന്യം ജോലി, സമ്പാദ്യം, പണം എന്ന് പറയുന്നതിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ദോഷം സംഭവിക്കാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വീഴ്ചകൾ ഉണ്ടാകും, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ തെറ്റിദ്ധരിക്കരുത്, പഴയ പോലെ പഠിച്ച സ്ത്രീകളെ എല്ലാം വീട്ടിലിരുത്തി അവർ മാത്രം വീട്ടിനകത്തെ കഷ്ടപ്പാട് ജോലി സഹിച്ച് പുകയും കരിയും കുടിച്ച് അവരവിടെ ഇരുന്നോണമെന്ന് ഞാൻ പറഞ്ഞു ആരും വിചാരിക്കരുത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പ്രയോറിറ്റി കൊടുക്കേണ്ടത് കുടുംബ ബന്ധങ്ങളാണ്. കുടുംബത്തിന് വേണ്ടി പണം, കുടുംബത്തിന് വേണ്ടി സമ്പാദ്യം, കുടുംബത്തിന് വേണ്ടി ജോലി. ഇത് കുടുംബം നഷ്ടപ്പെട്ടു പോകും, കുടുംബം തകരാറാകുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു ചിലത് വേണ്ടാതെ വേണം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ മനോഭാവം വെച്ചാല് നമുക്ക് എല്ലാം വേണം. പഴയ മനുഷ്യർ പറയുന്ന പോലെ ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, പക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യും. പണവും സമ്പാദ്യവും എല്ലാം വേണം, നല്ല കുടുംബജീവിതവും കൂടെ വേണം. ഇത് രണ്ടും കൂടെ കിട്ടാൻ ചിലപ്പോൾ പ്രയാസം. പിന്നെ വളരെ ധാരണയോടുകൂടി മാനേജ് ചെയ്ത് പോകുന്ന അനേകം കുടുംബങ്ങളുണ്ട്. നല്ല കാര്യമാണ്. ഭാര്യ ഭർത്താവ് ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കി നല്ല ധാരണയോടുകൂടി വീട്ടിലെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭാര്യയെ സഹായിച്ച് അങ്ങനെ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന വീടുകളുണ്ട്. നല്ല കാര്യമാണ്. ചില ഭർത്താക്കന്മാരുണ്ട്, നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഭർത്താക്കന്മാരുണ്ട്, വീട്ടു ജോലികൾ വരെ ഭാര്യമാരെ സഹായിക്കും. ഒരു തെറ്റ് ചെയ്യണം. ഭാര്യയും കഷ്ടപ്പെട്ട് രാവിലെ ഒന്ന് വൈകുന്നേരം ജോലി ചെയ്തേച്ച് വീട്ടിൽ വന്നേച്ച് അല്ലാതെ വീടുകളുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ചില ഭർത്താക്കന്മാർ ഭാര്യമാരുണ്ട്. ചില 2 എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്തവരോട് പറഞ്ഞു, ഭാര്യ പറയാ, അച്ഛാ ഞാൻ കഷ്ടപ്പെട്ട് വൈകിട്ട് വീട്ടിൽ വരുമ്പോഴേ ഈ പുള്ളി വീട്ടിൽ വന്നേച്ച് അവിടെ ഇരിക്കുക, ഞാൻ ചായ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു നീ നേരെ ഇടാൻ പോകുന്നത് അത്രയും കൊടുക്കട്ടെ കാലിലേക്ക്. അപ്പൊ ഇദ്ദേഹം 2 പേര് എഞ്ചിനീയേഴ്സാണ്. ഇദ്ദേഹം പോയി ഓഫീസിൽ ജോലി ചെയ്ത് പുള്ളി വീട്ടിൽ വന്നിച്ച് ജോലി ചെയ്യുന്ന ഭാര്യ കഷ്ടപ്പെട്ട് വരുന്നതാണെന്നുള്ള കാഴ്ചപ്പാടില്ലാതെ അവർ ജോലി ചെയ്ത് അവരുടെ ശമ്പളവും വേണം, അവർ കഷ്ടപ്പെട്ട് വൈകിട്ടത്തെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ഈ ഭാര്യ പറയുക, ഈ മനുഷ്യൻ ആവില്ലാതെ എന്നാ എനിക്ക് പറഞ്ഞത്, ഒന്നും വേണ്ട, ഞാൻ ജോലി ചെയ്യുമ്പോഴേ എന്റെ അടുത്ത് വന്ന ചൊല്ലില്ലെങ്കിൽ പാത്രം ഒന്ന് കഴുകി തരാം, അല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞു തരാം. ഇതൊക്കെ സാധിക്കുന്ന കാര്യമില്ലേ? അതുകൊണ്ടല്ല ഇപ്പൊ ഞാനിപ്പോ അമ്മയും കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാനിച്ചിരി മോര് കാഴ്ച വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുക്കും, വീട്ടിൽ തോരണം വെച്ചു കൊടുക്കും, കഴിച്ചു കൊടുക്കും. അപ്പൊ അത് അയക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാ? ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ഭാര്യ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശമ്പളം കൊണ്ട് വരുമ്പോഴേ അവരുടെ ജോലിയിൽ അവളെ സഹായിക്കാൻ ഭർത്താക്കന്മാർ സാധിക്കണം. അപ്പൊ പഴയ രീതിയിൽ പോയാൽ പറ്റത്തില്ല. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് സാധിക്കണം. അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ അധികം ഒരു കാര്യം പറയാൻ നിർത്തിക്കോ, ഇതിന് മുഖവരിയാവുള്ളൂ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ കൂടെ നമ്മുടെ കുട്ടികൾ നേടിയെടുക്കുന്ന മൂല്യം ഒരു കുടുംബജീവിതത്തിന് പറ്റിയ മൂല്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസം വലിയ വിദ്യാഭ്യാസമായിട്ട് എല്ലാവരും പറയുന്നു. ഞാനൊരു മണ്ടനാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം മനുഷ്യരെ നന്നാക്കുന്ന വിദ്യാഭ്യാസമാണ് എനിക്ക് അഭിപ്രായം കേട്ടോ. മനുഷ്യരെ ജോലി കിട്ടാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസമാണ്. പക്ഷേ മനുഷ്യരെ ത്യാഗനിർഭരമാക്കുന്ന, നിസ്വാർത്ഥരാകുന്ന, കഷ്ടപ്പെടുവാൻ തയ്യാറാകുന്ന, സഹനശക്തി ഉണ്ടാകുന്ന, മനുഷ്യരെ ആദരിക്കുന്ന, ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, സൽഗുണങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇപ്പൊ നമ്മുടെ പള്ളിക്കൂടങ്ങൾ നടത്തുന്നതെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ വിദ്യാഭ്യാസ പണ്ഡിതനോ വിദഗ്ധനോ ഒന്നുമല്ല. എൻ്റെ വളരെ ലേമൻസ് ഒപ്പീനിയൻ, വളരെ പണ്ഡിതോന്നതമായി പഠിക്കാത്ത ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ഒബ്സർവേഷൻ പോലെ ഈ കുട്ടികളെ നിരീക്ഷിക്കാതെയാണ്. പഴയ കാലത്തെ കുട്ടികളിലെ മാതൃപിതൃഭക്തി, ഗുരുഭക്തി,
നഷ്ടപ്പെടുന്ന മനുഷ്യരോടുള്ള അവരുടെ വേദനാജനകമായ ആ അനുഭവങ്ങൾ പങ്കുചേരാനുള്ള കഴിവ്, നിസ്വാർത്ഥത, ഇങ്ങനെയുള്ള അനേകം ഗുണങ്ങൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുകയും അവരെ കുറ്റങ്ങളുടെ കാര്യമില്ല. കാരണം അറിയാമോ, അവരെ പഠിപ്പിച്ചിരിക്കുന്നറിയാമോ, നീ മറ്റുള്ളവരുടെ കാര്യം ഒന്നും നോക്കണ്ട, നീ പഠിച്ചു വന്നു. ഇത് തന്നെ എല്ലായിടത്തും നമ്മൾ പറഞ്ഞുകൊള്ളുകയാണ്. രണ്ട് ശോശാമി മറിയാമയും കൂടെ പള്ളിയിൽ തിരിഞ്ഞു പോവുക. ശോശാമ വളരെ മനസ്സിന് വാടിയിരിക്കുക. അപ്പൊ മറിയാമി ചോദിച്ചത് ശോശാമിക്ക് ആകപ്പാട് മനപ്രയാസം. അതായത് വെള്ളിയാഴ്ച ദിവസം കുഞ്ഞിന്റെ പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്നു. എല്ലാ പ്രാവശ്യം കുഞ്ഞ് ഫസ്റ്റ് റാങ്കായിരുന്നു, ഈ പ്രാവശ്യം തേർഡ് റാങ്കായിരുന്നു. എനിക്കത് നടന്നോ, വലിയ മനപ്രയാസം തോന്നുന്നു. അപ്പൊ മറിയാമ ശോശാമോട് ചോദിച്ചു, കൊച്ചുമോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG. വലിയ സങ്കടമായി പോയി. LKG പഠിക്കുന്ന കൊച്ചിന് തേർഡ് റാങ്ക് ആയി പോയതിന് വലിയ വീഴ്ചയ്ക്ക് ഭയങ്കര സങ്കടമായി. ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഈ കുട്ടികളെ എങ്ങനെ നല്ലവരാണ്, മറ്റുള്ളവരെ തോൽപ്പിക്കുക, നീ വളരുക, ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കിട്ടുന്ന മൂല്യം. വേറെ ഒന്നും നീ നോക്കണ്ട, നീ പഠിച്ചോണം, വളർന്നോണം, നീ മറ്റുള്ളവരെ തോൽപ്പിക്കണം. ശരിയാ, ഇന്ന് ഏത് രീതിയിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ തോൽപ്പിച്ചെങ്കിലേ കിട്ടൂ. ബാങ്കിൽ 500 ഒഴിവുണ്ട്. നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ ബാങ്കുകളിൽ കഴിഞ്ഞ ആഴ്ച കിടക്കുന്ന 1500 ഒഴിവുകൾ ബാങ്കുകളുണ്ട്. 1500 ഒഴിവുകളെ അപ്ലൈ ചെയ്യുന്ന എത്ര പേരാണ്? അതുകൂടെ നമ്മൾ ഓർക്കണം. 1500 ഒഴിവിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ലക്ഷം അല്ലെ 2, 3, 4 ലക്ഷങ്ങളായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മളത് ഓർക്കുക. പക്ഷെ ഈ മറ്റുള്ളവരെ തോൽപ്പിച്ചാലേ അവർക്ക് ജോലി കിട്ടുന്നു. അപ്പോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുട്ടികൾ വളർത്തിയെടുക്കുന്ന ഒരു വ്യക്തിത്വം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ കാര്യം മറ്റുള്ളവരെ തോൽപ്പിക്കണം, മറ്റുള്ളവരുടെ വിജയം നേടണം. ഈ കാഴ്ചപ്പാടിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർ വളരുന്നത്. സത്യത്തിൽ പിള്ളേർ അവർ വന്നെങ്കിലേ അവർ ജയിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ജയിക്കത്തില്ല. ഏത് മത്സര പരീക്ഷയിലും മറ്റുള്ളവരെ തോൽപ്പിച്ചെങ്കിലേ ജയിക്കുള്ളൂ. നമ്മൾ അവാർഡ് കൊടുക്കുന്ന ആൾക്കാർ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിനാണ് അവാർഡ് കൊടുക്കുന്നത്, അല്ലേ? തദ്ദേശകാലത്ത് തീരുമാനിച്ചു ഈ വർഷം പ്രാവർത്തികമാക്കി റാങ്ക് നിർത്തലാക്കുക. ഈ റാങ്ക് കിട്ടുന്ന എങ്ങനെയാണ്? ബാക്കിയുള്ള പിള്ളേരെല്ലാം തോൽപ്പിക്കണം. അപ്പൊ തോൽപ്പിക്കുന്നതിനാണ് പിള്ളേർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. നമ്മൾ പറയുന്നത് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന് അവാർഡ് കൊടുക്കുന്നു നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താ? ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ബാക്കിയുള്ളവരെ എല്ലാവരെയും തോൽപ്പിക്കും. അവ തിരിച്ചു ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തോൽപ്പിക്കുന്നതിന് അവാർഡ് കൊടുക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ നേടിയെടുക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കുക, തോൽപ്പിക്കുക. ഇതാണ് 1ാം ക്ലാസ് മുതൽ എഞ്ചിനീയറിംഗും മെഡിസിനും ഒക്കെ പാസ്സായി വരുന്ന കുട്ടികളുടെ ഉള്ളിലും അവർക്ക് കിടക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയാം. ജീവിതത്തിൽ മത്സരിക്കണം, മറ്റുള്ളവരെ തോൽപ്പിക്കണം. ഭാര്യ ഭർത്താവായി കഴിയുമ്പോഴോ ഇത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ. ഭാര്യയാണെങ്കിൽ റാങ്ക് വാങ്ങിച്ച് ജയിച്ചു വന്ന പെൺകൊച്ചാണ്. അവൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവളുടെ മനസ്സിലുണ്ട്, ഈ ഭർത്താവിനെ ഞാൻ തോൽപ്പിക്കും, ഞാൻ മോഹിച്ച് വിട്ടുകൊടുക്കത്തില്ല. ഭർത്താവാണെങ്കിലോ അയാൾ വലിയ ആളാ, ഇവളെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഇവളെ ഞാനും തോൽക്കും. ഈ മത്സരമാണ് പല കുടുംബങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത്. ഈ മത്സരത്തിലുള്ള വ്യക്തിത്വം അവർക്ക് എഴുതുന്ന കിട്ടിയത് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ത്യാഗം സഹിക്കാനും, കഷ്ടം സഹിക്കാനും, ദുഃഖം ഏറ്റുവാങ്ങാനും, വേദന ഏറ്റുവാങ്ങാനും ഒന്നും സഹായിക്കുന്ന വിദ്യാഭ്യാസം, വളരാൻ സഹായിക്കുന്ന, തോൽപ്പിക്കാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസം. അതുകൊണ്ട് വീടുകൾക്കുള്ളിൽ ഇപ്പോഴേ ഭാര്യാഭർത്താക്കന്മാരെ അന്യോന്യം തോൽപ്പിക്കാനുള്ള ശ്രമമാണ്. ഒരു കുടുംബജീവിതം ജയിക്കണമെന്നുണ്ടല്ലോ, ഈ ഫോർമുല പറ്റുകയും കുടുംബജീവിതം ജയിക്കണമെങ്കിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാണ്. തോറ്റുകൊടുക്കുന്നിടത്താണ് കുടുംബജീവിതം ഉണ്ടാകും. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് കുടുംബജീവിതം ഉണ്ടാകും. നമ്മുടെ മാതാപിതാക്കളുടെ കാലത്ത് കുടുംബജീവിതം ജയിച്ചെന്തുകൊണ്ടാണ്? ഒത്തിരി തോറ്റുകൊടുത്തു. അന്ന് സ്ത്രീകളാവത്തിൽ തോറ്റു കൊടുത്തത് അത് ശരിയായില്ല.
പറയും സ്ത്രീകൾ തോറ്റു കൊടുക്കണം, പുരുഷന്മാരും തോറ്റു കൊടുക്കണം. പക്ഷെ ഇന്നത്തെ നമ്മുടെ പിള്ളേരെ ആരും തോറ്റു കൊടുക്കുകയില്ല. ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള കൗൺസിലിംഗ് കുടുംബ പ്രശ്നങ്ങളെ സമയം നിർത്തുകയാണ്, മണിക്കൂറുമായി ഞാൻ നിർത്തുകയാണ്. എനിക്കറിയാം ഒരല്പം തോറ്റു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പല കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ. പക്ഷെ ശകലം തോറ്റു കൊടുക്കാൻ ഇന്നത്തെ പിള്ളേർ തയ്യാറാണ്. ശകലവും സഹിഷ്ണുത, ത്യാഗം സഹിക്കാനുള്ള ഒരു മനസ്സ് ഇന്നത്തെ പിള്ളേർക്കില്ല. ഒരാൾക്ക് കുറച്ചൊക്കെ സമ്പൽ സമൃദ്ധി പിള്ളേരെ വളർത്തുകയും കൂടി ചെയ്യുന്നുണ്ട്. ഒരു കഷ്ടതയും പ്രയാസവും അറിയാതെ പിള്ളേരെ വളർത്തി കഴിയുമ്പോഴേ പിള്ളേർക്ക് നല്ല രുചികരമായ ഭക്ഷണം 3 നേരം അമ്മ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച് വളർന്നു വന്നു കഴിയുമ്പോഴേ അവൻ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ രുചികരമായ ഭക്ഷണം ആരെയും ഉണ്ടാക്കി തരുമെന്ന് അറിയാൻ കഴിച്ചു വിചാരിച്ചത്. ഒടുവിലാണ് മനസ്സിലാക്കുന്നത് അമ്മ ഉണ്ടാക്കി തരുന്നതിന്റെ 7 അയലത്തെ ഭാര്യയ്ക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. പക്ഷെ ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യയെ ഭക്ഷണം പഠിപ്പിക്കുക ഉണ്ടാക്കാനല്ല വീട്ടിൽ പഠിപ്പിച്ചത്, അവൾ വീട്ടിൽ റാങ്ക് നേടാനാണ് പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഭർത്താവിന്റെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിത്തിരിക്കുകയില്ല. അവരുടെ ഭർത്താവ് മനസ്സിലാക്കണം അവർക്ക് അത്രയും സാധിച്ചില്ല, കുഴപ്പമില്ല, നമുക്ക് 2 പേർക്കൂടെ ചേർന്ന് പിന്നെ നമുക്ക് ഉണ്ടാക്കി പഠിക്കാം. ഈ സഹിഷ്ണുത ആയിരിക്കില്ല. ഒട്ടേറെ സഹിഷ്ണുത വേണ്ട ജീവിതമാണ് കുടുംബ ജീവിതം. ഒട്ടേറെ തോച്ചു കൊടുക്കാൻ തയ്യാറാവേണ്ട ജീവിതമാണ് കുടുംബ ജീവിതം. അവിടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കുടുംബ ജീവിതത്തിന് സഹായമാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും സ്കൂളിൽ ഇപ്പോഴേ LKG മുതൽ IAS കോച്ചിങ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ? കാരണം ഇന്ന് സ്കൂളിൽ വിട്ടാലേ അവിടെ IAS കോച്ചിങ് കൊടുക്കുന്നുണ്ട്. LKG കേട്ടോ, അവിടെ കൊണ്ട് വിടുക. മനുഷ്യരിലെ ഭ്രാന്ത് പിടിച്ച കൂടുതലല്ലേ, ഒരു ആവശ്യമില്ല. അടുത്ത നമ്മുടെ നല്ല സ്കൂളിൽ വിടുക പിള്ളേരെ. ഇത് മാതാപിതാക്കളുടെ ചെയ്യുമോ? ഞാൻ പക്ഷേ എൻ്റെ പിള്ളേരെ അതൊന്നും ചെയ്തില്ല. ICSE CBSE ഒന്നും ഞാൻ വിട്ടില്ല. സർക്കാർ സ്കൂളിൽ തന്നെ വിട്ടു, പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടു, അത്രേ ഉള്ളൂ. അതിൽ ഒന്നും ചെയ്തില്ല. ഇതൊന്നും പറയാൻ നടക്കുകയില്ല. എല്ലാവരും മത്സര ബുദ്ധിയോടെ പിള്ളേരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കുറച്ച് കുട്ടികളൊക്കെ നേടിയെന്നിരിക്കും. ഒരു 10% പിള്ളേർ നേടിയെന്നിരിക്കും, വലിയ നിലയിലൊക്കെ ആണെന്നിരിക്കും, 1,100,000 IAS കിട്ടിയെന്നിരിക്കും. പക്ഷെ പത്രത്തിൽ വലിയ വെട്ടയ്ക്കാത്ത ആളുകൾ അവരുടെ പണം കൊടുക്കുമ്പോഴേ ആ മാതാപിതാക്കൾ എല്ലാവരും വിചാരിക്കും എന്റെ കൊച്ചുകൂടെ ആകാൻ സാധ്യതകളുണ്ടോ? ഒരു സാധ്യതയില്ല. പക്ഷെ എന്നാലും നമുക്കും ആകണം. ഇങ്ങനെയുള്ള മത്സര ബുദ്ധിയും കുട്ടികളുടെ കഴിവെന്താണെന്ന് തിരിച്ചറിയാതെ അവരെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും കൊടുത്ത് ഒരു കൃത്രിമമായ ലോകത്തിൽ അവർ വളർന്നു വന്നാൽ അവർക്ക് ABCD ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് എങ്ങനെ നല്ല കുടുംബജീവിതം അതിൻ്റെ അപാകത സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല കുടുംബജീവിതത്തിന് സഹായമാണ്. അവിടെ കുറച്ചുകൂടെ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ പഠന ക്ലാസ്സുകളിലൂടെ അത് ലഭിക്കാനിടയാകട്ടെ. ഞാൻ മുഖപുരം മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഇത്രയും സമയം ഇരുന്നതിൽ വളരെ സന്തോഷം. ആരും ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു. അതിന് പ്രത്യേകമായ നന്ദി. സമാപന സമ്മേളനമില്ല, നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുക. കാരണം സമാപന സമ്മേളനത്തിലെ മുഖ്യ സന്ദേശം നൽകേണ്ട മനസ്സുകൊണ്ട് പ്രയാസം ആശുപത്രിയാണെന്ന് അറിയിച്ചു. അതുകൊണ്ട് ഞാൻ വിഭാഗത്തിൻ്റെ എല്ലാവർക്കും നന്ദി പറഞ്ഞു അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദേവിയിലായി പോകരുത്.